നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിൽ അറഫ നോമ്പ് നമ്മളൊക്കെ നോക്കുന്നവരാണ്. എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തിലുള്ള 9 ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുകളിലാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്റയിലുള്ള ഒരു മഖബറയിലൂടെ രാത്രി സമയത്ത് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ സമയങ്ങളിൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ദൂരെ ദൂരെ ഖബർസ്ഥാനിൽ ഒരു ഖബറിടത്തിൽ വല്ലാത്ത പ്രകാശം കാണുകയാണ്. ചുറ്റുമുള്ള ഖബറുകളിലൊന്നുമില്ലാത്ത രൂപത്തിലുള്ള വലിയ പ്രകാശം ആ ഖബർസ്ഥാനിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി കാണുന്നത് കണ്ടപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആലോചിച്ചു പോയി, മറ്റ് ഖബറുകളിലൊന്നുമില്ലാത്ത പ്രകാശം ഈ ഖബറിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഖബറിൽ ഈ രൂപത്തിലുള്ള പ്രകാശങ്ങൾ വരാനുള്ള കാരണം? ആ സമയത്ത് മഹാനവറുകൾ ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. അലൈക ബിസിയാമി അശ്രി ദിൽ ഹിജ്ജ യുഅതാലക ഫിൽ ഖബരി നൂറൻ മിസ്ലി. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ എനിക്ക് ലഭിച്ചതുപോലെ ഖബറിൽ വലിയ പ്രകാശം നിങ്ങൾക്കും ലഭിക്കുമേ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആധ്യാത്മിക ലോകത്തെ ചക്രവർത്തിയാണല്ലോ. മഹാനവറുകളുടെ ജീവിതത്തിൽ മഹാനവറുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാഴ്ചയാണ്. ഖബറിടങ്ങളിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന കണ്ണുള്ളവരാണവർ. ഖബറിന്റെ അകത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള ചെവിയുള്ളവരാണവർ. അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു വെച്ചവരാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങളാണത്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഖബറിടത്തിൽ നിന്ന് പ്രകാശത്തെ ദർശിച്ചത്. ആ പ്രകാശത്തിന്റെ കാരണം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കണം. ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്നെല്ലാവരോടും പറയാനുള്ളതല്ല. കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുക. ചില ആളുകൾക്ക് കഴിയില്ല, മരുന്ന് കഴിക്കുന്നവരുണ്ടാകും, മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാകും. അല്ലാഹു തആല അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ മറ്റൊരു വലിയ സൽക്കർമ്മമാണ് ദുൽഹിജ്ജ 9 അറഫയുടെ നോമ്പെടുക്കുക എന്നുള്ളത്. അറഫയുടെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. അബീ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്, സുഇല അൻ സൗമി യൗമി അറഫ, നബിയെ അറഫയുടെ നോമ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, നിന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 1 വർഷത്തെ ദോഷങ്ങളെല്ലാം പൊറുക്കുന്നതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷത്തെ ദോഷവും പൊറുക്കും, ഇനി വരാനുള്ള 1 വർഷത്തെ ദോഷവും പൊറുക്കും ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ദോഷം പൊറുക്കണമെങ്കിൽ 1 വർഷം ജീവിക്കണമല്ലോ. അതിനുള്ള ദീർഘായുസ് കൂടി കിട്ടാൻ ആ നോമ്പ് കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അറഫയുടെ ദിവസത്തിൽ ഹാജിമാർക്ക് അന്ന് നോമ്പുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫെങ്കിൽ അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അവിടെ അന്നല്ലേ, അമേരിക്കയിൽ ഇന്നല്ലേ, ജപ്പാനിൽ ഇന്നല്ലേ എന്നുള്ളതല്ല. കാഞ്ഞിരക്കാട് എന്നാണെങ്കിൽ അന്ന് നോമ്പ് അനുഷ്ഠിക്കുക. പെരുമ്പാവൂർ എന്തെങ്കിലും ആയിക്കോട്ടെ, കാഞ്ഞിരക്കാട് എന്നാണോ അറഫ വരുന്നതെങ്കിൽ അന്ന് നോമ്പ് അനുഷ്ഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. ചരിത്ര പ്രസിദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയുടെ പ്രഭാഷണം നടന്ന ദിവസമാണ് അറഫ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയുസന്നു, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന സൂറത്ത് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന്. ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് പറയുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുക. അതുപോലെ ആദ്യത്തെ 10 ദിവസത്തിൽ ധാരാളം തസ്ബീഹുകൾ ചൊല്ലുക.
ധാരാളം തഹ്ലീലുകൾ ചൊല്ലുക. ഇതെല്ലാം ദുൽഹിജ്ജയുടെ ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യമാണ്. അതുപോലെ സ്വതക്ക വർദ്ധിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ഒരു വെള്ളിയാഴ്ച മുഴുവനായി നമ്മൾ ഉളുഹിയ്യത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞതാണ്. കൂട്ടത്തിൽ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ വരുന്ന ഞായറാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ ദുൽഹിജ്ജ് മാസം പിറക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലുള്ള താടികൾ, അതുപോലെ മറ്റു രോമങ്ങൾ, നഖങ്ങൾ, ഇതൊന്നും വേർപ്പെടുത്താൻ പാടില്ല. അതെല്ലാം വേർപ്പെടുത്താതിരിക്കുക എന്നത് സുന്നത്തും വേർപ്പെടുത്തൽ കറാഹത്തുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിലൊക്കെ ഒന്ന് തല മൊട്ടയടിച്ചാലും കുഴപ്പമില്ല. ദുൽഹിജ്ജ് ആയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ആ വിഷയത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഫൈദാ ദഖലൽ അശ്റു വഅറാദ അഹദുകും യുളഹി ഫലാ യമസ്സ മിൻ ശഅരിഹി വലാ ബശരിഹി ഷൈആ. സുനൻ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലും ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 10 ദിവസം എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ താടി രോമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹിൻ്റെ അധ്യാപനത്തെക്കാൾ വലിയൊരു നവോത്ഥാനത്തെ വിശ്വാസികൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് താടി വളർത്തിയാൽ എന്താ സംഭവിക്കുക? ഒരു 10 ദിവസം താടി വന്നോട്ടെ, ചിലപ്പോൾ നരച്ച താടിയായിരിക്കും, എന്നാലും വേണ്ടില്ല. എത്ര മനുഷ്യരാണ് ഹജ്ജിന് പോയിക്കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ കാര്യം പാലിക്കൽ ശക്തിയായ സുന്നത്താണ്. അത് സ്വകാര്യ അവയവങ്ങളിലെ രോമങ്ങളാണെങ്കിൽ പോലും അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ചില മനുഷ്യർക്ക് നീക്കം ചെയ്യൽ നിർബന്ധമായി വരാം, വല്ല ഓപ്പറേഷൻ വരികയോ അല്ലെങ്കിൽ അസുഖം കാരണമൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ്. എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ ഒരാളും തന്നെ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആരും തന്നെ താടി രോമങ്ങളോ മറ്റോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ ധാരാളം അധികരിപ്പിക്കുക. നാളെയാണ് പെരുന്നാൾ എന്നറിഞ്ഞാൽ ഇന്നാണ് പെരുന്നാളിൻ്റെ രാവ്. ഇന്നത്തെ മഗ്‌രിബ് തൊട്ട് നാളത്തെ പെരുന്നാൾ ദിവസം വരെ നിരന്തരം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ദുൽഹിജ്ജ 1 മുതൽ ബലിമൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആട്, മാട്, ഈ നാട്ടിൽ എന്തൊക്കെയാണ് ബലിമൃഗമായിട്ട് അറുക്കുകയെങ്കിൽ ആ മൃഗങ്ങളെ, ബലി അറുക്കുന്ന മൃഗങ്ങളെ എന്നല്ല, ബലി അറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ സുന്നത്താണ്. ബലി അറുക്കുന്ന മൃഗങ്ങളെ എന്നല്ല, ബലി അറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കണ്ടാൽ തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതാണ്. ഉളുഹിയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ഓർമ്മപ്പെടുത്തിയ വിഷയം കൊണ്ട് കൂടുതൽ പറയാത്തത്. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നിർബന്ധമായും ഉളുഹിയ്യത്തിന് നമ്മൾ ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സംഭവിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഉളുഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് ആ ബലിമൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി താഴേക്ക് വീഴുന്ന രക്തം, ആ രക്തം വീഴുന്നതോടുകൂടി അവൻ്റെ സകല ദോഷങ്ങളും പൊറുക്കും എന്നുള്ളതാണ്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ആദ്യമായിട്ട് വീഴുന്ന ചോരയുടെ കണം, ആ വീഴുന്ന സമയം മതി അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ എന്നുള്ളതാണ്. നീയത്ത് നന്നാക്കിക്കൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കണം എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കൂ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കറുക്കണം എന്നൊരു താല്പര്യം കണ്ടെത്തി അതിൻ്റെ ഓഹരിയും മറ്റു കാര്യങ്ങളും എല്ലാവരും ചേരുക. അതുമാത്രമല്ല, ഉളുഹിയ്യത്തിൽ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നേർച്ചയാക്കി ഉളുഹിയ്യത്താണെങ്കിൽ അതിൻ്റെ മാംസം നമുക്ക് എടുക്കാൻ പാടില്ല. സുന്നത്തും അതെ, ഉളുഹിയ്യത്ത് 2 രൂപത്തിൽ വരും. ഞാൻ തീരുമാനിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഉളുഹിയ്യത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു സാധനവും ഞാൻ എടുക്കാൻ പാടില്ല. സുന്നത്തായ ഉളുഹിയ്യത്താണ് നമ്മുടെ ജമാഅത്തിൽ 3-ൽ 1 വരെ എടുക്കാം എന്നുള്ളതാണ്. 1 വരെ എടുക്കാം എന്നുള്ളത്, എടുക്കണം എന്നുള്ളതല്ല. എടുക്കാം, നമുക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാം. ഏറ്റവും നല്ലത് കൊടുക്കൽ തന്നെ, സംശയമൊന്നുമില്ല. അല്പം നമുക്ക് ബർക്കത്തിനെടുക്കാം. അങ്ങനെയാണ് സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ. നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിൽ അതിൻ്റെ ഒരു സാധനം പോലും നമുക്കെടുക്കാൻ പാടില്ല. അത് മുഴുവനും സ്വതക്ക ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ വീട്ടിലുള്ള ഉമ്മമാരൊക്കെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. അവരോട് കൃത്യമായി ചോദിക്കണം, നിങ്ങൾ നേർച്ചയാക്കിയതാണോ അല്ല സുന്നത്താക്കിയതാണോ? അങ്ങനെ നേർച്ചയാക്കിയതാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ജമാഅത്ത് കമ്മിറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ഇത് നേർച്ചയാക്കിയ ഉളുഹിയ്യത്താണ്, ഇതെൻ്റെ നേർച്ചയാക്കിയ ഓഹരിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം.